ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണി കൊണ്ട് നമുക്കൊരു അടിപൊളി മാറ്റം ഉണ്ടാക്കാവേ. നമ്മളതിനൊരു ചതുരത്തിലൊരു തുണി എടുക്കുക. അതായത് നമ്മളതിൻ്റെ നീളവും വീതിയും നമ്മുടെ കൈവശമുള്ള തുണി കൊണ്ട് പോലെ എടുത്തോണം കേട്ടോ. ഞാനിവിടെ 17 ഇഞ്ചും 16 ഇഞ്ചും ഒക്കെ വീതിയിൽ നീളത്തിൽ ഞാൻ ഒരു തുണി വെട്ടിയെടുത്ത് എന്നിട്ടുണ്ടല്ലോ. അതും ഇച്ചിരി കട്ടിയുള്ള എടുത്തോണം. കോട്ടൺ തുണി എടുക്കണം നിങ്ങൾ എടുക്കുമ്പോഴേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചവിട്ടുമൊക്കെ ചെയ്യുമ്പോൾ തറയിലിടുമ്പോൾ തെന്നിപ്പോവും. കഴിയുന്നതും കോട്ടൺ തുണി ഇച്ചിരി കട്ടിയുള്ള എടുത്തോണേ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരികയല്ലേ, വേസ്റ്റ് അതായത് നമ്മൾ പഴയ കട്ട് പീസിൻ്റെ തുണികളോ അല്ലെങ്കിൽ പഴയ ആയിക്കോട്ടെ നമ്മുടെ നൈറ്റിയോ ചുരിദാറിൻ്റെ പഴയ ഷാളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കാണോ, അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നുറിവിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാമെന്ന് നോക്കാവേ. നമ്മൾ ഓരോ നുറിവിട്ട് നമ്മളതിലേക്ക് അതിനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് അടിച്ച് തയ്ച്ച് വെക്കുവാണ്. എന്നിട്ട് ഒരു വശം തയ്ച്ചതിന് ശേഷം നമ്മൾ മറ്റേ വശവും കൂടെ തയ്ക്കും. അപ്പോൾ അല്ലേ അത് ഇങ്ങനെ പൊങ്ങിപ്പോരും. അപ്പോൾ നമ്മളങ്ങനെ ഓരോ തുണിയും പീസെടുത്ത് നമ്മൾ നുറിവിട്ട് 2 സൈഡും അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ആ വെട്ടിയെടുത്ത കോട്ടൺ തുണി നിറച്ച് നമ്മളിതുപോലെ പല കളറാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കുമേ. നമ്മൾ അതിനൊരു കുറച്ചേറെ പീസുകൾ എടുക്കണം. അതായത് ഒരു 10-20 കഷ്ണം നമ്മൾ എടുക്കുന്ന അടിയിൽ വെക്കുന്ന കോട്ടൺ തുണിക്ക് എത്ര വീതിയും നീളവും ഉണ്ടോ അതനുസരിച്ച് നമ്മൾ തുണി എടുക്കണം. കാരണം ഞാനിവിടെ ഒരു 10-12 തുണി കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെല്ലാം പ്ലീറ്റ്സ് ഇട്ട് അല്ലെങ്കിൽ നുറിവിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് തയ്ച്ച് വെക്കുവാണ്. ഇന്ന് തയ്ച്ച് വെക്കുമ്പോൾ ഓരോ തുണിയിലും 2 സൈഡും തയ്ക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങ് പോരും നമ്മൾ ചവിട്ടുമ്പോഴത്തേന്. അപ്പോൾ 2 സൈഡിലും ഒന്ന് തയ്ച്ച് വെക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. അത് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ അടുപ്പിച്ച് പ്ലേറ്റ്സ് ഇടണമെന്നൊന്നുമില്ല. ഇടയ്ക്കൊക്കെ 1-2 പ്ലേറ്റ്സ് ഇട്ടാലും മതി. ഞാനിവിടെ തുണി ഒത്തിരി വേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനങ്ങ് അടുപ്പിച്ച് പ്ലേറ്റ്സ് ഇടുവാണ്. അപ്പോൾ ഇനി ഇങ്ങനെ എല്ലാം ഇത് നിറച്ച് പല കളറുള്ള തുണികൾ കൊണ്ട് നമ്മൾ ഇത് നിറച്ചിതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കട്ട് പീസ് വെട്ടി തുണി തയ്ച്ച് ചേർക്കണം കേട്ടോ. കഴിയുന്നു സിൽക്കായിട്ടുള്ള തുണി ഉപയോഗിക്കായിരിക്കാം. കോട്ടനൊക്കെ ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം അല്ലേ നമ്മൾ തെന്നിപ്പോവും. പിന്നെ ഇത് ചവിട്ടുമ്പോഴത്തേന് നമുക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ അടിയിൽ വേണേൽ 2-3 പീസ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ഒറ്റ പീസ് തുണിയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിലാണ് ഞാൻ ഈ കട്ട് പീസ് തയ്ച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ മാറ്റമൊക്കെ മേടിക്കാനായിട്ട് വെറുതെ എന്തിനും ഒത്തിരി പൈസ കളയുന്നു. നമ്മുടെ വീട്ടിൽ എന്താണേലും വേസ്റ്റ് തുണി കാണും. പഴയ ചുരിദാറോ പഴയ ഷർട്ടിൻ്റെ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ നൈറ്റിയോ എന്തെങ്കിലുമൊക്കെ കാണും, പഴയ സാരിയോ ഒക്കെ. അതെല്ലാം കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കി നമുക്കെടുത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലും ഇടാനുള്ള മാറ്റ് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാം. വെറുതെ നമ്മുടെ പൈസ പോകാതെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നേരം കിട്ടുമ്പോൾ. ഇതിപ്പോൾ ഒരു ചെറിയ മാറ്റമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയും വലിയ മാറ്റ് തയ്ക്കണമെങ്കിൽ അളവ് കൂടുതലെടുക്കണം, തുണിയും വേറെ കൂടുതലെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ തയ്ച്ച് പിടിപ്പിക്കാനുള്ള നുറിവിടുവാനുള്ള തുണിയൊക്കെ നമ്മൾ കൂടുതലെടുക്കണമെന്നേ ഉള്ളൂ. തയ്ക്കുന്നതല്ല ഇതുപോലെ ആയിരിക്കുമേ. പലതരത്തിൽ നമുക്ക് മാറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. അതിലൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒറ്റ കളറേ തുണിയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെങ്കിൽ അതുകൊണ്ടും വേണമെങ്കിൽ നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് വേഗത്തിൽ ഒന്ന് തയ്ച്ചുണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലതായിട്ട് തയ്ക്കണമെങ്കിൽ ഓരോ പീസ് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അത് കൃത്യമായ അളവിൽ ആ പീസ് തുണിയൊക്കെ വെട്ടിയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാനിത് നിങ്ങളെ തയ്ച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നേരം എടുത്ത് നമ്മൾ ഈ മാറ്റയിലേക്ക് ഇത് തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ ഓരോ ലൈനിട്ട് അതുവഴിയൊക്കെ തയ്ക്കുകയാണിത് നേരെയൊക്കെ ഇരിക്കും. എപ്പോഴും ഒരേ അളവിൽ ഈ കട്ട് പീസ് വെട്ടിയെടുക്കുന്നതാണ് കുറച്ച് ഭംഗി. ഒന്നുകൂടി ഒന്ന് കുറഞ്ഞും പോകാതെ ഒരേ അളവിൽ എപ്പോഴും വെട്ടിയെടുക്കണം.
നമ്മളിപ്പോൾ ചെയ്യുന്ന പഴയ തുണിയിലാണ്. ഇനി നമ്മുടെ ഗസ്റ്റ് റൂമിലൊക്കെ നമുക്ക് ഇടണമെങ്കിൽ നല്ല പുത്തൻ തുണി വാങ്ങിച്ച് ഒരേ അളവിൽ നമ്മൾ ഈ നുറിവിടുന്ന തുണി ഒരേ അളവിൽ വെട്ടിയെടുത്ത് നമ്മളത് കോട്ടൺ തുണിയിലോട്ട് ഒരു ചോക്ക് വെച്ച് നല്ല ലൈൻ വരച്ച് അതിലോട്ടൊക്കെ നമ്മൾ തയ്ച്ചിടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. ഇത് അഴുക്ക് തുണിയും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പഴയ തുണി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അളന്നൊക്കെ വെട്ടിയെടുക്കാത്തത്. നിങ്ങളിങ്ങനെ ചെയ്യുമ്പം നല്ല തുണി മേടിച്ച് നല്ല അളന്ന് കൃത്യമായ അളവിൽ ഓരോ പീസും വെട്ടിയെടുത്ത് നമ്മൾ ഒക്കെ ചെയ്താൽ കുറേ ഭംഗിയായിരിക്കും കേട്ടോ. വീഡിയോയുടെ അവസാനം നിങ്ങൾ ശരിക്കും കാണണം. നമ്മളതിൻ്റെ ബോർഡറും കൂടെ വെക്കുന്നുണ്ട്. ഒരേ വീതിയിൽ തുണി വെട്ടിയെടുത്ത് നമ്മളതിൻ്റെ ചുറ്റും ബോർഡർ വെക്കുന്നുണ്ട്. ബോർഡർ തയ്ക്കുമ്പം ചുളുങ്ങരുതേ, കാരണം ചുളുങ്ങാതെ വേണം നമ്മൾ ബോർഡർ തയ്ക്കാൻ. അതിൻ്റെ കോണ് 4 കോണും അത് തയ്ക്കുമ്പോൾ അത് മടക്കി വെച്ച് ഒക്കെ തയ്ക്കണം കേട്ടോ. ബോർഡർ വെക്കുമ്പോൾ ചുളുങ്ങാതെ മടക്കിയൊക്കെ തയ്ക്കാനിവിടെ ശ്രദ്ധിക്കണേ. നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കാണണം, കാരണം ബോർഡർ അടിക്കുമ്പം അത് തെറ്റിപ്പോകരുത്. നമ്മൾ നല്ല പുറത്ത് വെച്ചാണ് നമ്മൾ അകത്തേക്ക് തയ്ക്കുന്നത്. നല്ല പുറത്ത് വെച്ച് ആദ്യം ഒന്ന് അടിക്കണം, എന്നിട്ട് നമ്മളത് മടക്കി അഴുക്ക് പുറത്തേക്ക് വെച്ച് നമ്മൾ അടിക്കുകയാണ്. അതൊക്കെ അപ്പോൾ ആ മൂലയൊക്കെ ചുളുങ്ങാതെ നോക്കണം അടിക്കുമ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാവേ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒത്തിരി തയ്യൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റ് ടൈമിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. നമ്മുടെ ചാനലിനകത്ത് കുറേയേറെ തയ്യലിൻ്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ കയറി ഒന്ന് കാണണം. കാരണം നിങ്ങൾക്ക് തയ്യലിൻ്റെ എല്ലാം പഠിക്കാൻ പറ്റും. അത് തന്നെയല്ല ഒന്നും അറിയാൻ മേലാത്തവർക്ക് പോലും അതൊക്കെ കണ്ടാൽ നമുക്ക് ചെറുതായിട്ട് തയ്യലൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വരാം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതാത് വീഡിയോ ഏതാണോ അത് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതെല്ലാം പറഞ്ഞു തരാവേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ഈ ചാനലിൽ 3-4 തരത്തിലുള്ള ചവിട്ടി ഉണ്ടാക്കുന്നത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പം കയറി ഒന്ന് കാണാം, അപ്പോൾ അതും മനസ്സിലാക്കാം.